ഇടുക്കി പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കഠിന തടവ് വിധിച്ചത്. കേസിലെ 6 പ്രതികൾ ഒരാളെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാക്ക 2 പേരുടെ കേസ് തൊടുപുഴ കോടതിയിലാണ്. മെയ്യിലാണ് സംഭവം. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകവെ ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരിയെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത 2 പേരും ചേർന്ന് അതിക്രൂരമായി പീഡനത്തിനിരയാക്കുകയായിരുന്നു. പ്രതികൾക്ക് ദേവികുളം കോടതി വിവിധ വകുപ്പുകളിലായി 90 വർഷം കഠിന തടവ് വിധിച്ചു. 40,000 രൂപ വീതം പിഴയും അടയ്ക്കണം. ജഡ്ജ് സിറാജുദ്ദീൻ പിയെയാണ് വിധി പ്രസ്താവിച്ചത്. ഇന്ത്യൻ പീനൽ കോഡിലെയും ഓക്സ് ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ടോട്ടൽ 90 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1, 2, 3 പ്രതികൾക്ക്. കൂടാതെ 40,000 രൂപ ഫൈൻ എമൗണ്ട്. ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 8 മാസം കൂടെ കഠിന തടവ് അനുഭവിക്കണം. ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിക്ടിമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ പ്രതികൾ 8 മാസം കൂടി തടവ് അനുഭവിക്കണം. പിഴത്തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു. 6 പ്രതികളുള്ള കേസിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷയാണ് ദേവികുളം കോടതി വിധിച്ചത്. 4ാം പ്രതിയെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികളുടെ കേസ് തൊടുപുഴ കോടതിയിലാണ്. റിപ്പോർട്ടർ, ഇടുക്കി.